തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് മറക്കാനാകാത്ത അവിസ്മരണീയ മുഹൂർത്തങ്ങളെന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AD തോമസ് അമൃത വാർത്തകളോട്. ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച തോമസിന് മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, തിരഞ്ഞെടുപ്പ് സമ്മാനിക്കുന്നത് നിരവധിയായ അനുഭവങ്ങളും ഓർമ്മകളും കൂടിയാണ്. എന്തായാലും ആലപ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട് മത്സരരംഗത്തിറങ്ങിയ AD തോമസ് ആദ്യമായാണ് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ അനുഭവവും ഓർമ്മകളും AD തോമസ് അമൃത വാർത്തകളുമായി പങ്കുവെക്കുകയാണ്. തോമസ് ആദ്യമായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതിനു മുമ്പായിട്ട് തന്നെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? നമ്മൾ പൂർണ്ണമായും ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. പിന്നെ തിരഞ്ഞെടുപ്പിലെ ഒരു മത്സരം എന്ന രീതിയിൽ ആദ്യത്തെ ഒരു മത്സരമാണ്. അത് വലിയ എക്സ്പീരിയൻസ് ജീവിതത്തിൽ സമ്മാനിച്ചു. ഒരുപാട് മനുഷ്യരെ പഠിക്കാനും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ളൊരു അവസരമായിരുന്നു. നമ്മുടേതല്ലാത്ത മറ്റൊരു ചുറ്റുപാടിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. സിറ്റിംഗ് MLAക്കെതിരെയാണ് ഒരു മത്സരം വരുന്നത്. എനിക്ക് തോന്നുന്നു UDFൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന MJ ജോബ് പറഞ്ഞത് ഒരു ട്രെയിനിന് മുന്നിൽ ആരും കൊണ്ട് തലവെക്കുമോ എന്നാണ് PP ചിത്രത്തിനെതിരെ ഒരു മത്സരരംഗത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു കനത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു വിജയപ്രതീക്ഷയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയായിരുന്നു? വലിയ കടുപ്പമേറിയ പോരാട്ടമായിരുന്നു. അത് പല പല പരാമർശങ്ങളും പല അഭിപ്രായങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്നുണ്ടാവും. അതിന് ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവാം, ലക്ഷ്യങ്ങളില്ലാതിരിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആലപ്പുഴയിൽ UDFന്റെ മുഴുവൻ പ്രവർത്തകരും സ്ഥാനാർത്ഥികളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ തിരഞ്ഞെടുപ്പ് ആവേശം എല്ലാ പ്രവർത്തകരിലും UDFന്റെ പ്രവർത്തകരിലുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന് നിരവധിയായ അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിലെമ്പാടുമുണ്ട്. ആ പ്രവർത്തകരുടെ എല്ലാം ഒരു വാശിയും ഭരണത്തിലേക്ക് എത്തണമെന്നുള്ളൊരു വികാരവും എല്ലാം ഓരോ ബൂത്തിലും 10-15 സ്ഥാനാർത്ഥികളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവരെല്ലാം സ്വന്തം നിലയ്ക്ക് വോട്ട് പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും. പാർട്ടിയെ സംബന്ധിച്ച് യുവ നേതാവിനെ ഇതുപോലെ സുപ്രധാനമായ ഒരു മണ്ഡലം ഏൽപ്പിക്കുന്നു. അപ്പം മുൻപ് ചോദിച്ച പോലെ തന്നെ മറക്കാനാവാത്ത അനുഭവം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിലെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന മറക്കാനാവാത്ത അനുഭവം ഏതെങ്കിലും ഇങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാര്യം നമ്മളൊരു തുടക്കക്കാരനാണ്. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ ഒരു മത്സരം കഴിഞ്ഞ് 10 വർഷങ്ങൾക്കിപ്പുറമാണ് ആദ്യമായിട്ടാണ് ഒരു മത്സര രംഗത്തേക്ക് വോട്ട് ചോദിച്ചിറങ്ങുന്നത്. നമ്മൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റു പല ആളുകൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും നമ്മളോട് സംസാരിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് മാതാപിതാക്കൾ, അവരിൽ നിന്ന് ലഭിച്ച സ്നേഹവും പിന്തുണയും അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. പിന്നെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നൽകിയ പിന്തുണ, എല്ലാവരും ഓരോ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രപരമായി നിലകൊള്ളുന്ന ആളുകൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ പിന്തുണച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം കാരണം പ്രധാനമായി UDF പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ വലിയ ഒരു പിന്തുണ നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാം വൈകാരികമായ ഒരു പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റ് സ്ഥാനാർത്ഥിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നഗരത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞൊരു പോസ്റ്റർ എന്ന് പറയുന്നത് തല പൊട്ടി ചോര ഒഴുകുന്ന ഒരു യുവ നേതാവിനെ കൂടിയാണ്. അപ്പോൾ ആ ഒരു സമരവും ആ ഒരു എക്സ്പീരിയൻസും എല്ലാം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടായിട്ടുണ്ടോ? തീർച്ചയായും. എനിക്ക് തോന്നുന്നു എന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ചില ഘടകങ്ങൾ പരിഗണിച്ചാണ്. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ UDFന്റെ വിദ്യാർത്ഥി സംഘടനകൾ, UDFന്റെ യുവജന സംഘടനകൾ അവരുടെ പ്രവർത്തകരുടെ തലതല്ലി പൊളിക്കുന്നതും മാരകമായി പരിക്കേറ്റ് മാസങ്ങളോളം ആശുപത്രിയിലാവുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ച പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പ്രതിനിധിയായി മത്സരിക്കാൻ അവസരം കിട്ടിയത് എനിക്കാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം തെരുവുകളിൽ രക്തം ചിന്തിയ, നല്ല സമയം മുഴുവൻ ആശുപത്രി കിടക്കയിലായ, ഭൂരിഭാഗം സമയവും ജയിലിലായ ഒരുപാട് യുവജന നേതാക്കളുണ്ട്, ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട് കേരളത്തിൽ. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് വളരെ ചെറിയ പ്രായത്തിൽ പാർട്ടി എന്നെ, ഐക്യജനാധിപത്യ മുന്നണി എന്നെ അവതരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. AD തോമസിനെ സംബന്ധിച്ച് ആദ്യ തിരഞ്ഞെടുപ്പ് അംഗം എന്നതിനപ്പുറമായി വളരെ വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.